ഹലോ, വെൽക്കം ടു മൈ ചാനൽ. 10th പ്രിലിംസിൻ്റെ കൺഫർമേഷൻ പലർക്കും വന്നു എന്നറിയാം. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. മിക്കവാറും ഡിസംബറിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് എക്സാം വിളിച്ചിട്ടുള്ളത് നോക്കാം. 134/2023 സ്റ്റോർ കീപ്പറാണ് കേട്ടോ. സ്റ്റോർ ട്രിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആണ്. അടുത്തത് 259/2023 ആണ്. അതും സ്റ്റോർ കീപ്പറാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആണ്. അടുത്തത് 446/2023 അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. അതുപോലെ തന്നെ 447/2023 അത് ലാബ് അസിസ്റ്റൻ്റ് ആണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലാബ് അസിസ്റ്റൻറ്റ്. അടുത്തത് 557/2023 ഇത് നമ്മളെല്ലാവരും കാത്തിരുന്ന OA ആണ്, ഓഫീസ് അറ്റൻഡൻറ്റ്. ഇത്രയും എക്സാംസിനാണ് ഇപ്പോൾ ഈ ഒരു പ്രിലിംസ് വിളിച്ചിരിക്കുന്നത്. മിക്കവാറും ഡിസംബറിലായിരിക്കും എക്സാം കാണുക. പ്രിലിംസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ശാസ്ത്ര സാങ്കേതിക മേഖല, സംസ്കാരം, ആർട്സ്, അങ്ങനെ കായിക മേഖല എല്ലാം വരുന്നുണ്ട്. ആർട്സ് സ്പോർട്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. നാലാമത്തത് വന്നിട്ടുള്ളത് പൊളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് കേരളത്തിൻ്റെ ജോഗ്രഫിയാണ്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, പിന്നെ ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസ് വരുന്നുണ്ട്, അതായത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മാത്സും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയും വരുന്നുണ്ട്. മിക്കവാറും ഡിസംബറിലായിരിക്കും എക്സാം വരിക. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള 10th പ്രിലിംസിൻ്റെ PYQs നമ്മൾ സബ്ജക്റ്റ് വൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഇടുന്നതാണ്. താങ്ക് യു.